ഇന്ന് രാവിലെ അച്ഛന് ഇഡ്ഡലിയും ചമ്മന്തിയാണ് അത് കൊടുത്തു. അച്ഛന് ഇഡ്ഡലി എടുത്തിട്ട് കറി ആ പ്ലേറ്റ് താഴെ തന്നെ ഇട്ട് മുക്കുവാണ്. പിന്നെ ഞാൻ ചമ്മന്തിയിലേക്ക് മുക്കി ശേഷം വായിലോട്ട് വെച്ച് കൊടുത്തത് കഴിച്ചു. പിന്നെ ഞാൻ ചമ്മന്തിയൊക്കെ ഇഡ്ഡലിയുടെ സൈഡിലോട്ട് തന്നെ ആക്കി കൊടുത്തു. എന്നാലും മാത്രം വെച്ചാൽ കഴിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ തൊട്ട് കഴിക്കാൻ അച്ഛന് അറിയത്തില്ല ചില സമയത്ത്. അപ്പം അങ്ങനെ അച്ഛൻ ഇഡ്ഡലിയും ചമ്മന്തിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഉച്ചക്കലത്തേക്കുള്ള ചാപ്പാടുള്ള പരിപാടിയൊക്കെയാണ്. ഇന്നലെ വീട്ടിനവിടെ നിന്നൊരു പ്ലാവിൽ താഴെ 2 ചെറിയ ചക്കയിപ്പുണ്ടായിരുന്നു. തീരെ ചെറുതായിരുന്നു. അത് ഇന്നലെ വൈകിട്ട് വെട്ടിപ്പറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതിപ്പോൾ എടുത്തു. അതൊരു അവിയലുണ്ടാക്കുന്ന വെച്ചു. കുറേ ചക്കക്കുരുവൊക്കെ എടുത്ത് ചട്ടിലേക്ക് ഇട്ടു ക്ലീനാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചക്ക ചട്ടിലേക്ക് ഇട്ടു. പിന്നെ മഞ്ഞപ്പൊടിയും ശകലം വെളിച്ചെണ്ണയും ഉപ്പും കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മൾ അടുപ്പിലേക്ക് കാന്താരി ഇട്ടു. അടുപ്പിലേക്ക് വേവാനായിട്ട് വെച്ചു. അടച്ചു വെച്ച് വേവിച്ചു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വെന്തതിന് ശേഷം നമ്മുടെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ ആ അരപ്പൂടെ നമ്മുടെ വേവിച്ച ചക്കയിലേക്ക് വെച്ചു. ഒന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം നമുക്ക് ഒരു 5 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. നല്ല മഴ, നല്ല തണുപ്പുമുണ്ട്. തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ ആ കൂട്ടെല്ലാം മിക്സായി. ഇനി നമുക്ക് ചക്കയായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അടിപൊളിയായിട്ടെടുത്തു. ഇപ്പോൾ നമ്മുടെ രുചികരമായ ചക്ക അവിയൽ റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട്. ഒരു ചക്ക അവിയൽ സെറ്റായിട്ടുണ്ട്. ഇനി ഒരു പുളിശ്ശേരി ഉണ്ടാക്കും. മോരൊക്കെ റെഡിയാക്കി വെച്ച് ബാക്കിയുള്ളതിന് ചേരുവകളെല്ലാം റെഡിയാക്കി ചട്ടി അടുപ്പത്ത് വെച്ചു. കടുക് പൊട്ടിച്ചു. കൊച്ചുള്ളി ബാക്കിയുള്ള എല്ലാം അതിലേക്ക് യോജിപ്പിച്ചു. നമ്മൾ ശരിയാക്കി വെള്ളം ചേർത്ത് വെച്ചിരിക്കുന്ന മോര് അതിലേക്ക് ഒഴിച്ചു. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി റെഡിയായിട്ടുണ്ട്. ചക്കവിയൽ റെഡിയായിട്ടുണ്ട്. പിന്നെ 3-4 മീൻ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ആ മീനെടുത്ത് വറുത്തു. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചക്കാലത്തെ ആഹാരം. ചോറ്, പുളിശ്ശേരി, മീൻ വറുത്തത്, ചക്ക അവിയൽ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ചോറുമായിട്ട് മിക്സ് ചെയ്താൽ കഴിക്കച്ച. ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ കഴിക്കണം കേട്ടോ. കൂടെ കഴിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ ചാപ്പാട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചക്കവിയൽ, പുളിശ്ശേരിയും ചോറും മാങ്ങ അച്ചാറും മീൻ വറുത്തു. അങ്ങനത്തെ കൊടുത്തു. കൊള്ളാവോ അർസി? കണ്ടില്ല കഴിച്ചോട്ടെ. ഗാലി 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 ഉഹി ഗാലി ഗാലി മൊത്തം കഴിക്കണം കേട്ടോ. ഓക്കെ ചാ, ഈ മീനും കഴിക്കണം കേട്ടോ. ഈ മീനും കൂടെ എടുത്ത് കഴിക്കണമെന്ന് പറഞ്ഞു. എല്ലാം കഴിക്കണം കേട്ടോ. അച്ഛൻ്റെ ചാപ്പാട് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൊത്തം കഴിക്കണം കേട്ടോ ചാ. കേട്ടോ. ഓക്കെ ഓക്കെ.